ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കുണ്ടും കുഴികളൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതൊന്നും അള്ളാഹു ഇറക്കി തന്ന ഈ ലൈറ്റ് കൊണ്ട് അടിച്ചാക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ലൈറ്റ് മൂപ്പരെ ഈ ഗ്രന്ഥത്തിനുള്ളുവെങ്കിൽ അതിൽ ആകെ ലൈറ്റ് നമുക്ക് വേണ്ട. നമുക്ക് ഇതിൽ ലൈറ്റ് ഉണ്ട്, ഇതിൽ കാരുണ്യുണ്ട്, ഇതിൽ ലൈറ്റ് ഉണ്ടെന്നാ വർദ്ധാപുരം പറഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇതിന് ലൈറ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എടുത്തോളൂ. ഇവിടെ പറയുന്ന മുൻകാലത്തിലേക്കുള്ള ലൈറ്റ് ഇതിന് കിട്ടൂലാണ്. നോമ്പിന്റെ ഫുൾ ലൈറ്റ് ഇതിലേക്ക് അടിച്ചാൽ കിട്ടൂല. അവിടെ കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. അത് തെരഞ്ഞു കിട്ടണമെങ്കിൽ ബുഹാരി നാട്ടിൽ കൂടി തെണ്ടി തെരഞ്ഞ് മാന്തി പെറുക്കിയെടുത്ത ഏതെങ്കിലും തോന്നിയാസങ്ങൾ എന്നെ വേണം. ഞാൻ വന്നു അത് പോകുമ്പോഴൊക്കെ ഞാൻ എന്റെ സുഹൃത്തിനോട് ചോദിച്ചു, അത് നോണേ. കാരണം ഒരു നിസ്കാരത്തിന്റെ രൂപം കിട്ടാൻ ഇയാളെന്തിനാ കിലോമീറ്ററുകൾ താണ്ടുന്നത്? ഒരു പള്ളി കയറി ഇരുന്നിട്ട് അവിടെ പോയിട്ട് ഓരോരുത്തരോട് അതീതിനോട് എഴുതി പോകാൻ പോലെ 1000-ഓ 10,000-ഓ വ്യക്തികളുടെ ഇടയിലൂടെ തെരഞ്ഞു പോയാൽ അത്ര ഒരു അതീതില്ല. അപ്പൊ തന്നെ അത് വേറായിട്ടുള്ള സംഗതിയാണ്, വളരെ അപൂർവമായ സംഗതിയാണെന്ന് ഉറപ്പായില്ലേ? അപ്പൊ തന്നെ അത് നോണേണേ. കാരണം ഒരു നമസ്കാര രൂപം ഇന്ന് ഒരാൾക്ക് കണ്ടെത്താൻ എന്ത് ചെയ്യാം? ഒരു പള്ളി കയറാം. പള്ളി കയറിയിട്ട് ഓരോരുത്തരോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് അത് എഴുതിയത്, എഴുതിയത്. എത്ര സിമ്പിളാ കിട്ടും. ഒരു നോമ്പ് കാലത്ത് നോമ്പിന്റെ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ ഒരു നോമ്പ് വയ്ക്കണം മുസ്ലിങ്ങളുടെ സമൂഹത്തിലെ അവിടെ ചെന്നിട്ട് എല്ലാവരും എഴുതിയിട്ട് പോയി. നിങ്ങൾ നോക്കണേ, ഒരു ഹദീസ് ഞാൻ തെരഞ്ഞിട്ട് കിലോമീറ്ററുകൾ ദിവസങ്ങൾ താണ്ടി ഒരാളെ 1000-ഓ 10,000-ഓ തെരഞ്ഞാൽ ഒരാളെ എടുത്ത് ഒരു ഹദീസ് കിട്ടും. എന്നിട്ട് ഞാൻ അത് രണ്ട് റക്അത്ത് നിശ്ചയിച്ചിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് എഴുതി. അതിനെന്താ നിയ്യത്ത് വെക്കാൻ എനിക്കറിയില്ല. ആ നിസ്കാരത്തിന്റെ നിയ്യത്ത് എന്താന്ന് എനിക്കറിയില്ല. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഓരോ ഹദീസിന് ഇയാള് കുളിക്കാൻ നിൽക്കുകയാണെങ്കിൽ 12 ലക്ഷം കുളി കുളിക്കാൻ 12 ലക്ഷം റക്അത്ത് നിസ്കരിക്കേണ്ടി വരും. ഞാൻ 6 ലക്ഷം ഹദീസുകൾ ഇയാള് പഠിച്ചിട്ടുണ്ട്. 6 ലക്ഷം ഹദീസ്. അപ്പൊ ഒരു ഹദീസിന് 2 റക്അത്താകുമ്പോ 12 ലക്ഷം കുളി കുളിക്കണ്ട്. അല്ല, റക്അത്ത് നിസ്കരിക്കാം. 6 ലക്ഷം കുളി കുളിക്കണ്ട്. ഒരു മനുഷ്യന് മോണ എഴുതുകയാണെങ്കിൽ പച്ചനമാണോ പറയേണ്ടത്? ഞാൻ പറയണമെങ്കിൽ കൊല്ലുന്നമാണോ പറയണം. ജനങ്ങൾക്ക് നേരാന്ന് തോന്നാൻ പറ്റുന്നവരുണ്ടെങ്കിലും പറയണം. അതായത് നിങ്ങളുടെ അള്ളാഹു തന്നെ ഈ ലൈറ്റ് എന്താ 100 ഇപ്പൊ കുറേയൊക്കെ ബോർഡ് കണ്ടു. ദി ലൈറ്റ് ഏതോ ഒരു സംഘടന ഏതായിക്കോട്ടെ, ലൈറ്റ് ദി ലൈറ്റ് ഇതാ ലൈറ്റ്. ഇതാണ് ഈ ലൈറ്റ്. ഷഹറെ മുബാറക്ക് ഇത് ഖുർആനെ മുബാറക്കാണ്. ഷഹറെ മുബാറക്കിന് എവിടെയെങ്കിലും ഖുർആനെ പറഞ്ഞു പറഞ്ഞാൽ എടുക്കണം, പറഞ്ഞിട്ടില്ലെങ്കിൽ എടുക്കണ്ട. ഖുർആനിലോട്ട് മുബാറക്ക് എന്ന് പറഞ്ഞ കിതാബെ മുബാറക്ക് ഉണ്ടാവാണ്. കിതാബ് ദല്ലാഹുയിലേക്ക് മുബാറക്കുൻ. അതാ ഖുർആന്. കിതാബെ മുബാറക്കേ ഉള്ളൂ. ഷഹറെ മുബാറക്ക് അതുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് നടന്നോട്ടെ, നമ്മൾ കുറ്റം പറയണ്ട, അങ്ങനെ നടക്കട്ടെ. ഈ റഹ്മത്ത് വേണമെങ്കിൽ എടുത്തോട്ടെ. എന്താ ഇത് റഹ്മത്ത് നിങ്ങൾക്കറിയാം? ഒരു പ്രശ്നമില്ല മനസ്സിലേക്ക്. ഞാൻ കഴിഞ്ഞ അടുത്തൊരു കോഴിക്കോട് പോകുന്ന ഇടയിൽ നമ്മളൊരു സുഹൃത്തിനെ കിട്ടി. മൂപ്പർക്ക് കുറച്ച് സ്വാർത്ഥതയോടുകൂടി ആണെങ്കിലും പറഞ്ഞു. ഇങ്ങനെ മണ്ടിപ്പായണവർ അങ്ങനെ മണ്ടിപ്പായണത് ഇങ്ങനെ നോക്കി പുറത്തുനിന്നിങ്ങനെ ഇന്ന് നോക്കിയാൽ നല്ലൊരു സുഖമുണ്ട് മനസ്സിലേക്ക്. നല്ല എന്താ ഓരോന്നിങ്ങനെ ഓടിയല്ലേ ഈ ഹരി പറയായിട്ട്. ഇത് ഒരു പ്രശ്നമില്ല. സമാധാനം, സ്നേഹം, സന്തോഷം, ആളുകളെ ഉള്ളതുകൊണ്ട് സഹായിക്കാം, സൽക്കർമ്മങ്ങൾ ചെയ്യാം, നല്ലത് ചെയ്യാം, മനുഷ്യരെ സ്നേഹിക്കാം, നന്മ പറയാം. ഒരു പ്രശ്നമില്ല. ഈ അല്ലാഹുവിന്റെ വചനത്തിനെ പരമാവധി ജനങ്ങളെ പഠിപ്പിക്കുക. ആരോടും ഒരു പ്രശ്നമില്ല. എത്ര തുറന്ന മനസ്സ്, ആരോടും പകയില്ല. തുറന്ന മനസ്സ് ഓപ്പണ. വെല്ല മനസ്സ് ഓപ്പണാക്കലല്ല. വെല്ല മനസ്സ് ഓപ്പണാക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ജിബ്രീൽ വന്ന് മലത്തിൽ കടത്തിട്ടില്ല ഓപ്പണാക്കൽ. ഈ ഇൻഷാഹ് സദർ അതൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അവർക്ക് നല്ലൊരു കിട്ടലാണ്. ആദ്യം ഇതിലേക്ക് ഈ ഗൈഡൻസിലേക്കുള്ള വഴി കണ്ടെത്താൻ ആദ്യം വേണ്ടത് ഇൻഷാഹ് സദർ. ഹൃദയം കുറയ്ക്കുക. ആ ഹൃദയം അതാണ്. അതുകൊണ്ട് ഈ ലൈറ്റ്, അപ്പൊ ഈ ബോർഡുകളിലൊക്കെ കാണുന്ന ആ ലൈറ്റ്, ഈ ലൈറ്റ് വേണോ? ഈ ലൈറ്റ് കൊണ്ട് അള്ളാന്റെ ലൈറ്റാണ്. അത് ഇന്ത്യൻ ടോക്കല്ലത്. ഈ ലൈറ്റ് പറ്റൂല എന്നാണ് പറയണമെങ്കിൽ എന്താ ആ സഹോദരനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്? ഒന്നും പറയാനുള്ള പാവം ഈ ലൈറ്റ് എടുക്കണില്ലല്ലോ എന്ന് സഹകരിക്കാനും കഴിയുള്ളൂ. അള്ളാഹു പറയും നിങ്ങൾക്ക് ബുർഹാനാണ്, നൂറുബീനാണ്, അപാര യുബീനെന്ന സ്വയം വ്യക്തമാകുന്നതെന്നല്ല. അസ്വല വചന വന്ന ഇവിടെ ഭാഷ അറിയുന്ന ആളുകൾക്ക് അറിയാം. അസ്വല വചന വന്ന വ്യക്തമാകുകയെന്നല്ല. നൂറും മുബി അസ്വല വന്നാൽ അങ്ങനെയാണ് വ്യക്തമാക്കുന്ന. ഓരോ കുണ്ടും കുഴിയും വ്യക്തമാക്കി തരുന്ന ഒരു ലൈറ്റ് ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. ഈ ലൈറ്റ് വേണോ? ഈ ലൈറ്റ് വേണമെങ്കിൽ വേണ്ടെങ്കിൽ തള്ളിക്കോളി. നിർബന്ധമല്ല. അത് അള്ളാഹുവിന്റെ നിർബന്ധം. അപ്പൊ അമ്മല്ലവീര് ഇതുകൊണ്ട് എല്ലാം തന്നെ നല്ല ഒരു ജീവിതം നമുക്ക് കിട്ടും. നല്ല ജീവിതം, സന്തോഷകരമായ ജീവിതം, ഒരു നല്ല സമൂഹം, ഒരു നല്ല സൊസൈറ്റിയെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അതാണ് ഈ ജീവിതം.